Dears, welcome back to Arcanex. So Christmas examine ചോദിക്കാൻ പോകുന്ന 2 മാർക്ക് ചോദ്യങ്ങളാണ് കഴിഞ്ഞ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. റെഡി അല്ലേ? ആദ്യത്തെ ചോദ്യം ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ പ്രപ്പോസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Same compounds always contain same elements with fixed proportion by mass. അതായത് കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയൊക്കെ ഫോം ചെയ്താലും അതിൽ 12 ഗ്രാം കാർബണും 32 ഗ്രാം ഓക്സിജനും തന്നെയായിരിക്കും. വാട്ടർ നിങ്ങൾ ഏത് സോഴ്സിൽ നിന്ന് എടുത്താലും അതിൽ 2 ഗ്രാം ഹൈഡ്രജനും 16 ഗ്രാം ഓക്സിജനും ആയിരിക്കും. സോ അടുത്ത ചോദ്യം ബോറോണിന്റെ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി ബെറിലിയത്തെക്കാളും കുറച്ച് കുറവാണെന്നാണ് പറയുന്നത്. അപ്പൊ ബെറിലിയത്തിന്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1s2 ആണ്. അപ്പൊ 2s ഇലക്ട്രോൺസ് ഫില്ല് ചെയ്തിരിക്കുകയാണ്, കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യാൻ എന്താണ് ബുദ്ധിമുട്ടാണ്. സ്റ്റേബിൾ ആണ്, ബെർലിയം സ്റ്റേബിൾ ആണ്. അതിന് അവസാനത്തെ ഇലക്ട്രോണിനെ റിമൂവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണെന്നാണ് പറയുന്നത്. എനർജി കൊടുക്കേണ്ടി വരും. സോ ഫസ്റ്റ് അയണൈസേഷൻ എന്താൽപി കൂടുതലാണ്. അടുത്ത ചോദ്യം What are the generalization concerning the direction of reaction from the value of reaction quotient QC and KC? ക്യൂസിയും കേസിയും വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, റിയാക്ഷന്റെ ഡയറക്ഷൻ പറയാൻ പറ്റും. ക്യൂസി ഗ്രേറ്റർ ദാൻ കേസി, ക്യൂസി ഗ്രേറ്റർ ദാൻ കേസി ആണെങ്കിൽ നെറ്റ് റിയാക്ഷൻ പോകുന്നത് ബാക്ക്വേർഡ് ഡയറക്ഷൻ ആയിരിക്കും, അത് ബാക്ക്വേർഡ് ആയിരിക്കും. ക്യൂസി ലെസ് ദാൻ കേസി ആണെങ്കിൽ ഫോർവേഡ് ഡയറക്ഷൻ ആയിരിക്കും. ക്യൂസി ഈക്വൽ ടു കേസി ആണെങ്കിൽ അറ്റ് ഇക്വിലിബ്രിയം. റെഡിയാണ്? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡേഷൻ നമ്പറിന്റെ ടേംസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. കഴിഞ്ഞ എക്സാമിന് വന്നതാണ്. ഓക്സിഡേഷൻ നമ്പർ ഇൻക്രീസ് ചെയ്യുന്ന പ്രോസസ് ആണ് ഓക്സിഡേഷൻ, ആൻഡ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസ് ചെയ്താൽ ആ പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണ് മക്കളെ റിഡക്ഷൻ. അടുത്ത ചോദ്യം. Okay, which of the following set of quantum numbers are not possible? ഇതിൽ ഏതൊക്കെയോ സെറ്റ് പോസിബിൾ അല്ല എന്നാ പറയുന്നത്. ഏതൊക്കെ സെറ്റ് ആണ് നമുക്ക് നോക്കാം. റെഡി അല്ലേ? ആദ്യത്തെ സെറ്റിൽ n ന്റെ വാല്യൂ 0 ആണ്. അങ്ങനെ ഒരു ക്വാണ്ടം നമ്പർ അവിടെ പിടിച്ചോ. n ന്റെ വാല്യൂ 0, n ന്റെ വാല്യൂ 1 2 3 4 ഉള്ളൂ. റെഡി അല്ലേ? ആ സെറ്റ് ക്വാണ്ടം നമ്പർ അലൗഡ് അല്ല, കട്ട് ചെയ്ത് കളയാൻ. ക്വാണ്ടം നമ്പർ 0 ആവില്ല. ആദ്യത്തേത് പോസിബിൾ അല്ല. രണ്ടാമത്തേത് n വാല്യൂ 1 ആണ്, l വാല്യൂ അതിനേക്കാൾ ഒന്ന് കുറവാണ്, അത് പോസിബിൾ ആണ്. ആൻഡ് m ന്റെ വാല്യൂ 0 ആണ്, s -1/2 ആണ്, അത് പോസിബിൾ ആണ്. അടുത്ത മൂന്നാമത്തേത് n 1 ആണ്, l 1 ആണ്. പറ്റൂല. കാരണം n 1 ആണെങ്കിൽ l ന്റെ വാല്യൂ എപ്പോഴും n നേക്കാൾ ഒന്ന് ചെറുതായിരിക്കണം. n 1 ആണെങ്കിൽ l 0 പറ്റുള്ളൂ, l 1 പറ്റൂല. ക്ലിയർ? മൂന്നാമത്തെ സെറ്റ് എന്തല്ല മക്കളെ, പോസിബിൾ അല്ല. നാലാമത്തെ സെറ്റ് എന്താണ്, പോസിബിൾ ആണ്. n 2 ആണ്, l 2 നേക്കാൾ ഒന്ന് കുറവാണ്, 1 ആണ്, m 0 ആണ്, s -1. യെസ്, ആ സെറ്റ് ക്വാണ്ടം നമ്പർ അലൗഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. പോസിബിൾ അല്ലാത്തത് രണ്ടെണ്ണമാണ്. ആദ്യത്തേതിന്റെ രണ്ടാമത്തെ റീസൺ നമ്മൾ പറഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്. ആൽക്കീനിലുള്ള ആൽക്കീൻ ആണ്, ആൽക്കീൻ എന്ന് പറഞ്ഞാൽ ഡബിൾ ബോണ്ട് ആണ്. ഡബിൾ ബോണ്ടിലുള്ള കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ ആണ് ചോദിച്ചത്. കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് വന്നാൽ മക്കൾ ഒന്നും നോക്കണ്ട. എവിടെ ഡബിൾ ബോണ്ട് കണ്ടാലും sp2 സിംഗിൾ ബോണ്ട് ആണെങ്കിൽ കാർബൺ എന്താണ്, sp3 ആണ്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ sp ആണ്. രണ്ട് ഡബിൾ ബോണ്ട് ആണെങ്കിലും sp ആണ്. അടുത്ത ചോദ്യം. എക്സ്പ്ലെയിൻ ദി ഹൈബ്രിഡൈസേഷൻ ഓഫ് കാർബൺ ഇൻ എത്തീൻ. എത്തീൻ എന്ന് പറയുമ്പോൾ ഡബിൾ ബോണ്ട് ആണ്. സോ sp2 ഹൈബ്രിഡൈസേഷൻ ആണ് എത്തീനിൽ വരുന്നത്. അടുത്ത ചോദ്യം. Name and state the principle that make a quantitative prediction about the effect of change in condition of equilibrium. അതായത് N2O4 എവിടെ എന്താ പറയാ, 2NO2 N2O4 ആയി മാറാം. 2NO2 N2O4 ആയി മാറുന്ന സമയത്ത് ടെമ്പറേച്ചറിൽ ഉണ്ടാവുന്ന മാറ്റം എന്ത് എന്നുള്ളതാണ് പേന. അപ്പൊ മറ്റേതിലേക്ക് പോകണം. ഇവിടെ ഡെൽറ്റ എച്ച് നെഗറ്റീവ് കണ്ടാൽ മക്കൾ മനസ്സിലാക്കുക, ഫോർവേഡ് റിയാക്ഷൻ ഈസ് എക്സോതെർമിക് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഈസ് എൻഡോതെർമിക്. അപ്പൊ ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ കൂടും, ടെമ്പറേച്ചർ കൂടിയാൽ എൻഡോതെർമിക് റിയാക്ഷൻ കൂടും. അതായത് ഈ റിയാക്ഷനിലെ ടെമ്പറേച്ചർ കൂടിയാൽ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണ് എൻഡോതെർമിക് റിയാക്ഷൻ. ക്ലിയർ ആയല്ലോ? പിന്നെ ഇത് ഏത് പ്രിൻസിപ്പിൾ ആണ്? ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ ആണ്. അതായത് ഇക്വിലിബ്രിയത്തിലുള്ള ഒരു സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചറിലോ പ്രഷറിലോ കോൺസെൻട്രേഷനിലോ മാറ്റം വരുത്തിയാൽ ആ മാറ്റം ഇല്ലായ്മ ചെയ്യാൻ സിസ്റ്റം ഒരു സെൽഫ് അറേഞ്ച്മെന്റ് നടത്തും. അതിനെ വിളിക്കുന്ന പേരാണ് ലേ ഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ. അടുത്ത ചോദ്യം ഇതാണ്. ഹു പ്രപ്പോസ് ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആൻഡ് സ്റ്റേറ്റ് ദ ലോ? ആരാണ് പ്രപ്പോസ് ചെയ്തത്? ആന്റോണി ലവൂസിയർ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രപ്പോസ് ചെയ്തത്. ഒരു റിയാക്ഷൻ നടന്നാൽ അവിടെ മാസ് ജനറേറ്റ് ചെയ്യുന്നില്ല, മാസ് നശിപ്പിക്കപ്പെടുന്നുമില്ല. can be created or be destroyed. അടുത്ത ചോദ്യം ഇതാണ്. ഡിഫൈൻ മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. മക്കളെ മൊളാരിറ്റി കാണുമ്പോൾ അതിൽ എല്ല് കണ്ട് ലിറ്റർ ആണെന്ന് കരുതരുത്. സോറി, ഇവിടെ കണ്ട് കരുതരുത്. യെസ്, RT ഉണ്ട്. അപ്പോ ടെമ്പറേച്ചർ എന്താണ് RT?
ടെമ്പറേച്ചർ ഡിപ്പെൻഡ് ആണ്. അപ്പൊ 1 ലിറ്റർ സൊല്യൂഷനിൽ അടങ്ങിയിരിക്കുന്ന സൊല്യൂട്ട് പാർട്ടിക്കിൾസിന്റെ നമ്പർ ഓഫ് മോൾസിനെ വിളിക്കുന്ന പേരാണ് മൊളാരിറ്റി. ആണ് ലിറ്ററുമായിട്ട് ബന്ധപ്പെട്ടത്. 1 കിലോഗ്രാം സോൾവെന്റിൽ അടങ്ങിയിരിക്കുന്ന നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ആണ് എന്ത്? മൊളാലിറ്റി. ആണ്. ആദ്യത്തെ ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണെങ്കിൽ രണ്ടാമത്തെ ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം ഇതാണ്, ബോർ മോഡലിന്റെ ഡീമെറിറ്റ്സ് എഴുതണം. അപ്പൊ ഏത് ഡീമെറിറ്റ്സും എഴുതാം. അത് സീമൻ എഫക്ട് എന്ത് ചെയ്യുന്നില്ല, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്റ്റാർക്ക് ഇഫക്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സ്പെക്ട്രം ഓഫ് മൾട്ടി ഇലക്ട്രോൺ ആറ്റം, ഒന്നിൽ കൂടുതൽ ഇലക്ട്രോൺ ആറ്റത്തിന്റെ സ്പെക്ട്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ ആർക്ക് പറ്റുന്നില്ല? റുദർഫോർഡിന് പറ്റുന്നില്ല. ക്ലിയർ അല്ലേ? ബോർ മോഡലിന് അടുത്ത ചോദ്യം, മെന്റലീവിന്റെ പീരിയോഡിക് ലോ എക്സ്പ്ലെയിൻ ചെയ്യാനാണ്. മെന്റലീവ് പീരിയോഡിക് ലോവും മോഡേൺ പീരിയോഡിക് ലോവും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് എലമെന്റ്സ് ഡിപ്പെൻഡ്സ് ഓൺ ദി അറ്റോമിക് മാസ് ഓർ അറ്റോമിക് വെയിറ്റ് എന്നാണ് ആര് പറഞ്ഞത്? മെന്റലീവ് പറഞ്ഞത്. അതേപോലെ എത്ര പീരീഡും എത്ര ഗ്രൂപ്പുമാണ് പീരിയോഡിക് ടേബിൾ ഉള്ളതെന്ന് ചോദിച്ചിട്ടുണ്ട്. 7 പീരീഡുകളും 18 ഗ്രൂപ്പുകളുമാണ് എവിടെയുള്ളത്? പീരിയോഡിക് ടേബിളിലുള്ളത്. mention the variation of ionization enthalpy of elements in group. Okay. ഗ്രൂപ്പിലും പീരീഡിലും. അപ്പൊ ഗ്രൂപ്പിൽ അറിയാൻ താഴോട്ട് പോകുന്നതോറും ഷെല്ലിന്റെ വലിപ്പം കൂടുകയാണ്. ഷെല്ലുകളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് തന്നെ അയണൈസേഷൻ എൻതാൽപ്പി എന്ത് ചെയ്യും? കുറയുമാണ്. ഇങ്ങോട്ട് പോകുന്നതോറും അറ്റോമിക് സൈസ് കുറയുകയാണ്. അതുകൊണ്ട് തന്നെ അയണൈസേഷൻ എൻതാൽപ്പി ഇൻക്രീസ് ചെയ്യും. സോ ഗ്രൂപ്പിൽ ഡിക്രീസ് ചെയ്യും, പീരീഡിൽ ഇൻക്രീസ് ചെയ്യും. Next question. Explain the shape of water molecule using VSCPR theory. Water molecule central atom oxygen ആണ്, atomic number 8 ആണ്, electronic configuration 2,6 ആണ്, valence shellil 6 electrons ഉണ്ട്. 6 ഇലക്ട്രോണുകളെ വരയ്ക്കുക. 6 ഇലക്ട്രോണിനെ വരച്ചിട്ട് എത്ര ഹൈഡ്രജനാ? വാട്ടറിൽ 2 ഹൈഡ്രജൻ ആണുള്ളത്. സോ 2 ഹൈഡ്രജനുമായിട്ട് കമ്പയർ ചെയ്യുക. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. ഇതിനെ വിളിക്കുന്ന പേരാണ് ബോണ്ട് പെയർ. 2 ബോണ്ട് പെയറും 2 ലോൺ പെയറുമാണ് വാട്ടറിൽ. സോ ദ ഷേപ്പ് ഈസ് ബെൻഡ് ഷേപ്പ്. എന്ത് ഷേപ്പാ? ബെൻഡ് ഷേപ്പ് അല്ലെങ്കിൽ വി ഷേപ്പ് ആണ്. ക്ലിയർ അല്ലേ? യെസ്. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ PCl5 5 ബോണ്ട് ലെങ്ത്സ് ഉണ്ട്. എന്താ? all the 5 bonds. 5 ബോണ്ട്. PCl5 5 ബോണ്ട് ഈക്വലന്റ് അതാ. നോക്കിക്കോ. PCl5 ഇതാണ് PCl5 മോളിക്യൂൾ. ഇതാണ് PCl5 മോളിക്യൂൾ. ഈ PCl5 പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടാ വിചാരിക്കും ഈ 5 ബോണ്ടും ഈക്വൽ ആണെന്നാ വിചാരിക്കുക. 5 ബോണ്ടും ഈക്വൽ ഉണ്ടല്ല. ഈ ബോണ്ട് ആംഗിൾ 120 ഡിഗ്രി ആണ്. ഈ ബോണ്ട് ആംഗിൾ 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി. അതായത് ഈ ബോണ്ടുകൾക്കെല്ലാം ഒരേ സ്ട്രെങ്ത് അല്ല. ഈ 2 ബോണ്ട്, ഈ ബോണ്ടിനെ വിളിക്കുന്ന പേര് ആക്സിയൽ ബോണ്ട് എന്ന് വിളിക്കുക. ആക്സിയൽ ബോണ്ട് എന്നാ വിളിക്കുക. ഈ ബോണ്ട് ഇക്വിറ്റോറിയൽ ബോണ്ട്. എന്താ പറയാ? ഇക്വിറ്റോറിയൽ ബോണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. PCl5 ആക്സിയൽ ബോണ്ട് വീക്ക് ആണ്. ആരെക്കാളും? ഇക്വിറ്റോറിയൽ ബോണ്ടിനേക്കാളും. ഡ്യൂ ടു ദ റിപ്പൾഷൻ ബിറ്റ്വീൻ ക്ലോറിൻ ആറ്റം ലൈയിങ് ഇൻ ഡിഫറെന്റ് പ്ലെയിൻ. 2 പ്ലെയിനിലെ ക്ലോറിൻ ആറ്റങ്ങൾ തമ്മിലുള്ള റിപ്പൾഷൻ കാരണം ഈ ആക്സിയൽ ബോണ്ട് എപ്പോഴും വീക്ക് ആയിരിക്കുമെന്ന്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what are extensive properties? give an example. എന്താണ് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്നാണ് ചോദിക്കുന്നത്. മക്കളെ, ഒരു സിസ്റ്റത്തിൽ അടങ്ങിയിരിക്കുന്ന എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസ് ആണ് എന്ത്? എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസ്. അപ്പൊ നമ്മൾ ആ സിസ്റ്റത്തെ ഡിവൈഡ് ചെയ്താൽ അത് എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. അതിന് എക്സാമ്പിൾ ചോദിച്ചിട്ടുണ്ട്. ഇന്റേണൽ എനർജി, എൻതാൽപ്പി, വോളിയം, ഹീറ്റ് കപ്പാസിറ്റി, ഇതെല്ലാം എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ്. ആൻഡ് ഇന്റൻസീവ് പ്രോപ്പർട്ടീസിന് എക്സാമ്പിൾ ആണ് ടെമ്പറേച്ചറും ഹീറ്റും ഒക്കെ ഇന്റൻസീവ് ആണ്, ഇൻഡിപെൻഡന്റ് ഓഫ് quantity of matter present in it. അടുത്ത ചോദ്യം. Write Gibbs equation and explain the term involved in it. Gibbs-Helmholtz equation ആണ്. delta G is equal to പറയുന്നത് delta H minus T delta S എന്നുള്ളതാണ് ഇക്വേഷൻ. delta G എന്നുള്ള ഗിബ്സ് ഫ്രീ എനർജി ആണ്. delta H എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻതാൽപ്പി ആണ്. delta S എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എൻട്രോപ്പി ആണ്. T എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ ആണ്. ഡെൽറ്റ ഇക്വേഷൻ പ്രകാരം delta G നെഗറ്റീവ് ആണെങ്കിൽ റിയാക്ഷൻ സ്പോണ്ടേനിയസ് ആണ്, ഫീസിബിൾ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ചോദ്യം ഇതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മെന്റ് ബൈ ഡയഗണൽ റിലേഷൻഷിപ്പ്? എന്താണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോ പീരിയോഡിക് ടേബിൾ നമ്മൾ നോക്കുമ്പോൾ അറിയാം, സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് വളരെ ഡിഫറൻസ് ഉണ്ടല്ലേ ആ ഗ്രൂപ്പിലെ മറ്റ് എലമെന്റ്സുമായിട്ട്. അപ്പൊ ലിഥിയം നോക്കുകയാണെങ്കിൽ തൊട്ടടുത്ത ഗ്രൂപ്പിലെ മഗ്നീഷ്യവുമായിട്ടും, ബെറിലിയം നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഡയഗണൽ ആയിട്ട് കിടക്കുന്ന അലൂമിനിയവുമായിട്ടും പ്രോപ്പർട്ടീസിൽ സിമിലാരിറ്റീസ് കാണിക്കുന്നു. അങ്ങനെ ഡയഗണൽ റിലേഷൻസ് കാണിക്കുന്നത് കൊണ്ട് ആ റിലേഷൻസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഡയഗണൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിന്റെ അടുത്ത ചോദ്യം എന്താണ്? സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് ബാക്കിയുള്ളവരുടെ പ്രോപ്പർട്ടീസിൽ നിന്നും ഡിഫറൻസ് എന്തുകൊണ്ടാണ് ഉണ്ടായത്? ഈ ലിഥിയത്തിനും അതേപോലെ ബെറിലിയത്തിനും ഒക്കെ ആ ഗ്രൂപ്പിലെ ബാക്കിയുള്ളവരുടെ പ്രോപ്പർട്ടീസിൽ നിന്നും എന്തുകൊണ്ട് വ്യത്യസ്ത പ്രോപ്പർട്ടീസ്? അനോമലസ് ബിഹേവിയർ എന്ന് പറയുമല്ലേ? അവർക്ക് ചെറിയ സൈസ് ആണല്ലേ ആദ്യം വരുന്നത് കൊണ്ട്
ചെറിയ സൈസ് ആണ്. അതേപോലെ ലാർജ് ചാർജ് ടു റേഡിയസ് റേഷ്യോ ആണ്. ചാർജ് ടു റേഡിയസ് റേഷ്യോ ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ഒരു കാരണമാണല്ലേ, ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഓർബിറ്റൽ. അപ്പൊ 4 പോയിന്റ് പഠിക്കുക. ആബ്സെൻസ് ഓഫ് വാക്കന്റ് ഓർബിറ്റൽ, ഹൈ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, സ്മോൾ സൈസ് അല്ലേ. അടുത്ത ചോദ്യം ഇതാണ്, സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യത്തേതിൽ എത്ര സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ്? ഇതാ ഈ സീറോസ് എന്ത് ചെയ്യില്ല, കൗണ്ട് ചെയ്യില്ല. 5ഉം 2ഉം മാത്രമാണ് ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗർ. ആൻഡ് അടുത്തത് ഇവിടുത്തെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ് ആണ് ഈ സീറോസും. ഇവിടെ പോയിന്റ് അല്ല, അതൊരു കോമയാണ്. സോ ഈ സീറോസും കൗണ്ട് ചെയ്യില്ല. 1ഉം 2ഉം 6ഉം മാത്രമാണ് ഇതിലെ സിഗ്നിഫിക്കന്റ് ഫിഗേഴ്സ്. ഡിസ്റ്റിംഗ്വിഷ് ഹോമോജീനിയസ് ആൻഡ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം. റിയാക്ടന്റും പ്രോഡക്റ്റും സെയിം ഫേസ് ആണ്, അതിനെ വിളിക്കുന്ന പേരാണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം. മിക്സേഴ്സ് ആണ് ചോദിച്ചത്. ഹോമോജീനിയസ് മിക്സേഴ്സും മിക്സേഴ്സ് ആണ് ഇക്വിലിബ്രിയം അല്ലേ. Okay, same homogeneous, different heterogeneous അല്ലേ. Okay, അടുത്തത് ഹെറ്ററോയ്ക്ക് എക്സാമ്പിൾ മഡി വാട്ടർ ഒക്കെയാണ്. സെയിം സിമ്പിൾ ആണ്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്താണെന്ന് ഡിഫൈൻ ചെയ്യാനാണ് ചോദിച്ചിട്ടുള്ളത്. അതെ, ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ചോദിച്ചിട്ടുണ്ട്. അതേപോലെ ഫ്ലൂറിന്റെയും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പികൾ തമ്മിൽ കമ്പയർ ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി, ഒരാൾക്ക് ഇലക്ട്രോൺ കിട്ടുമ്പോൾ ഗെയിൻ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഹീറ്റ് ചേഞ്ചിനെ, എനർജി ചേഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. അതേപോലെ ഫ്ലൂറിന്റെയും ക്ലോറിന്റെയും കേസ് ഒന്ന് നോക്കണം. ഫ്ലൂറിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് അത്തി? നമ്പർ 9 ആണ്. 2 ഷെല്ലുകളാണുള്ളത്. ക്ലോറിന്റെ 287 ആണ്. 3 ഷെല്ലുകളാണ് മക്കളെ. അപ്പോൾ ഇലക്ട്രോൺ വരുന്ന ടൈമിൽ ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത് ഫ്ലൂറിന്റെ ഈ ഷെല്ലിലേക്കും ക്ലോറിന്റെ വലിയ ഈ ഷെല്ലിലേക്കും ആ. അപ്പൊ ഇവിടെ ഓൾറെഡി ഇലക്ട്രോണുകൾ ഉണ്ട്. അപ്പൊ ഈ കുഞ്ഞു ഷെല്ലിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഇലക്ട്രോൺ റിപ്പൽഷൻ ഉണ്ടാകും. ആ ക്ലോറിന്റെ ഈ വലിയ 3ാമത്തെ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺ പോകുന്നത്. സോ അവിടെ ഇലക്ട്രോൺ ഈസി ആയിട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ക്ലോറിന്റെ ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി ഫ്ലൂറിനേക്കാൾ കൂടുതലാണ്. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. ഓക്സിഡേഷനും റിഡക്ഷനും ഓക്സിഡേഷൻ നമ്പറിന്റെ ടേംസ് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും ചോദ്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ലേ? നന്നായിട്ട് പഠിക്കുക. ലൈവ് ക്ലാസ് അല്ലേ, നാളെ കൃത്യം 6 മണിക്ക്. നാളെ കൃത്യം നാളെയാണ് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഇന്ന് കൃത്യം 6 മണിക്ക് ലൈവ് ഉണ്ട്. മക്കളെ കറക്റ്റ് ആയിട്ട് 6 മണിക്ക് ലൈവിനെത്തുക. ഫുൾ ചാപ്റ്റർ സെറ്റ് ആയിട്ട് പഠിച്ച് ഫുൾ മാർക്ക് കിട്ടിയിട്ടേ നിങ്ങൾ എക്സാമിന് പോവുള്ളൂ. റെഡി അല്ലേ? ബൈ.